നമുക്ക് കട്ടിംഗ് ബ്ലൗസിൽ നിന്ന് എങ്ങനെ അളവെടുക്കുമെന്ന് കണ്ടുപിടിക്കും. ഒരു ബ്ലൗസ് ആദ്യം നമ്മൾ എടുത്ത് ആ ബ്ലൗസ് മറിച്ചെടുക്കണം. കണ്ടോ, ഇങ്ങനെ മറിച്ചെടുത്തിട്ട് വേണം നമ്മൾ എല്ലാ മെഷർമെന്റും എടുക്കാനായിട്ട്. ആദ്യം നമ്മൾ ഇതിന്റെ ചെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. കണ്ടോ, നമുക്ക് ഈ കുക്സ് പിടിപ്പിക്കുന്ന സ്ഥലത്ത് അതിന്റെ എൻഡിൽ കൊണ്ടുവച്ച് കൊടുത്ത് ഇവിടം വരെ എത്രയുണ്ടെന്ന് നോക്കുക. നമ്മുടെ സ്റ്റിച്ചിന്റെ എടുക്കുക വരെ മാത്രം എടുത്ത് കൊടുക്കുക, എന്തുമാത്രം ഉണ്ടെന്ന് നോക്കുക. നമുക്കിപ്പോ 10.5 കിട്ടിയിരിക്കുന്നത്. ആ 10.5 പ്ലസ് 2 ഇഞ്ച് കൂടെ കൂട്ടി കൊടുക്കുക. ബ്ലൗസിന് എപ്പോഴും 2 ഇഞ്ച് കൂട്ടിൽ കൊടുക്കണം. ഇനി അടുത്ത നമ്മൾ ലെങ്ത് പിടിക്കാൻ പോകും. ലെങ്ത് പിടിക്കുമ്പോൾ നമുക്ക് ബാക്ക് പീസിൽ നിന്ന് വേണം ലെങ്ത് എടുക്കാനായിട്ട്. ബാക്ക് പീസ് എടുത്തിട്ട് കൊടുത്ത് ഇതിന്റെ ഈ എൻഡ് തൊട്ട് തുടങ്ങി ഇവിടെ വരെ നമുക്ക് ലെങ്ത് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. 16 ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത്. ബാക്ക് പീസ് ആയതുകൊണ്ട് ഇതിന് 1/2 ഇഞ്ച് കൂടെ കൂട്ടി കൊടുത്താൽ മതി. ഇനി നമ്മൾ എടുക്കുന്നത് ബാക്ക് നെക്കാണ്. ഇവിടെ വെച്ച് കൊടുത്ത് അതിന്റെ എൻഡിൽ കൊണ്ട് വെച്ച് കൊടുത്ത് ഇവിടെ വരെ 9 ഇഞ്ചാണ് അതിന്റെ ലെങ്ത്. നെക്ക് ലെങ്ത് നമുക്ക് 9 ഇഞ്ച് കിട്ടി. ഇനി അതിന്റെ വൈഡ് എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ അങ്ങോട്ട് കഴുത്ത് വെച്ച് കൊടുക്കുക. നമുക്ക് വൈഡും കിട്ടും, ഷോൾഡർ കിട്ടും, എല്ലാം കിട്ടും. നേരെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇതിന്റെ നെക്ക് വൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ഇഞ്ച് കൊടുക്കുക. 3 ഇഞ്ച് വൈഡ് ഉണ്ട്. ഇനി അടുത്തത് ഹാൻഡ് ലെങ്ത് കൊടുക്കുക. ഹാൻഡിന് മാത്രം ഉണ്ടെന്ന് നോക്കുക. ഇവിടെ വെച്ച് പിടിച്ചു കൊടുത്ത് ഇവിടം വരെ 11 ഇഞ്ചാണ് ഹാൻഡ് ലെങ്ത്. അതിന്റെ വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് നോക്കുക. തയ്യൽ എവിടം വരെ വന്നിട്ടുണ്ടോ അവിടം വരെ നോക്കിയാൽ മതി. ഇവിടെ 6 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ വണ്ണം എന്ന് പറഞ്ഞാൽ 12 ഇഞ്ച്. ഇനി ഇതിന്റെ ആം ഹോൾ നോക്കാം. ആം ഹോൾ നമുക്ക് ഇവിടെ നിന്ന് ഇവിടം വരെ കിട്ടിയിരിക്കുന്നത് 9 ഇഞ്ചാണ്. ഉണ്ട് 9 ഇഞ്ചാണ് ആം ഹോള്. 9 18ആണ് ഇതിന്റെ ആം ഹോൾ കിട്ടുന്നത്. ഇനി ഇതിന്റെ കൈപ്പിടി നമുക്ക് എന്തുമാത്രം എടുക്കണമെന്ന് നോക്കാം. ഇത് ഇങ്ങനെ അങ്ങോട്ട് നോക്കി വെച്ചാൽ മതി. ഇങ്ങനെ അങ്ങ് നോക്കി ആ വളവുള്ള സ്ഥലം മാത്രം വെച്ച് നോക്കുക. വളഞ്ഞ സ്ഥലം മാത്രം ഉണ്ടോ. അപ്പൊ ഇതിന്റെ കൈപ്പിടി എന്ന് പറഞ്ഞാൽ ഒരു 6 ഇഞ്ച് എടുത്ത് കൊടുത്താച്ചാൽ മതി. ഇനി നമുക്ക് ഷോൾഡർ കണ്ടുപിടിക്കണം. ഷോൾഡർ കണ്ടുപിടിക്കാനായിട്ട് ഫ്രണ്ട് പീസ് എടുത്ത് കൊടുക്കുക. അതിന്റെ കുക്സ് ഒക്കെ നന്നായിട്ടിട്ട് നേരെ അങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് ഇവിടം വരെ നോക്കുക. ഇതിന്റെ ഷോൾഡർ കിട്ടിയിരിക്കുന്നത് 12 ഇഞ്ച്. ഇനി ഇതിന് കിട്ടാനായിട്ട് വേറൊന്നുമില്ലല്ലോ. മെയിൻ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കിട്ടി. ഇനി ഇതിന്റെ പോയിന്റ് കണ്ടുപിടിക്കണം. ബ്രസ്റ്റ് പോയിന്റ് കണ്ടുപിടിക്കുക. ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്ത് ഇവിടെ ഈ സ്റ്റിച്ച് നിൽക്കുന്ന ഉടം വരെ നമ്മൾ നോക്കുക. 10.5 ഇഞ്ചാണ് ഇതിന്റെ ബ്രസ്റ്റ് പോയിന്റ് കിട്ടിയിരിക്കുന്നത്. ഇനി ബ്രസ്റ്റ് അകലം ഈ തക്കിനാണ് ബ്രസ്റ്റ് അകലം നമുക്ക് കിട്ടുന്നത്. അത് 3 ഇഞ്ച്. ഇപ്പോഴെല്ലാം ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ബോഡി വണ്ണം എടുത്തിട്ടില്ല, അത് ഞാൻ മറന്നുപോയി കേട്ടോ. ഈ ബോഡി വണ്ണം നോക്കാം. ഈ എൻഡ് തൊട്ട് നമ്മൾ കുക്സ് പിടിപ്പിക്കുന്ന ആ സ്ഥലം മുതൽ ഇങ്ങനെ ചുറ്റിനും എടുത്തോണ്ട് വരിക. അപ്പൊ നമുക്ക് ബോഡി വണ്ണം കിട്ടും. ഈ കുക്സ് പിടിപ്പിന്റെ ഹോൾ അടിക്കുന്ന സ്ഥലമില്ല, അത് അങ്ങ് ഇട്ട് കൊടുക്കണേ. നമുക്കിപ്പൊ 33 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ബോഡി വണ്ണം 35. അത്രേ ഉള്ളൂ.